ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് മൈഗ്രെയിൻ എന്ന രോഗത്തിൻ്റെ കാരണങ്ങളും അവയ്ക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്ന ചില പൊടിക്കൈകളുമാണ്. മലയാളത്തിൽ ഇതിനെ ചെന്നിക്കുത്ത്, കൊടിഞ്ഞിക്കുത്ത് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈ പ്രശ്നം മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ നിരവധിയാണ്. തലയുടെ ഒരു സൈഡിലായോ അല്ലെങ്കിൽ മുൻഭാഗം മുഴുവനായോ ഉണ്ടാകുന്ന അതിശക്തമായ തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ അവസ്ഥ തുടങ്ങുന്നതിന് മുൻപായി ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ചിലരിൽ അതിശക്തമായ തലവേദനയോടൊപ്പം ഓക്കാനവും ഛർദിയും വെളിച്ചത്തിനോടും ശബ്ദത്തോടുമുള്ള ഇറിറ്റേഷനും കാണിക്കാറുണ്ട്. മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസം മുഴുവനോ ഇത് പലപ്പോഴും നീണ്ടു നിൽക്കാറുണ്ട്. തലച്ചോറിലുണ്ടാകുന്ന ചില അബ്നോർമൽ ആക്ടിവിറ്റീസ് മൂലം നാഡീഞരമ്പുകളിലെ സിഗ്നലുകളിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളും അതുവഴിയായി ഉണ്ടാകുന്ന ചില കെമിക്കലുകളും അതുമൂലം തലച്ചോറിലെ പ്രത്യേക തരത്തിലുണ്ടാകുന്ന രക്തപ്രവാഹവുമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചില ശാരീരിക അവസ്ഥകളും മൈഗ്രെയിന് കാരണമായി തീരാറുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. അമിതമായ സ്ട്രെസ് അല്ലെങ്കിൽ ഉത്കണ്ഠ, ആൻസൈറ്റി, ആകാംക്ഷ, പിന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ അമിതമായ മദ്യപാനം, കാഫിനേറ്റഡ് ഡ്രിങ്ക്സ് അഥവാ കോഫീൻ ധാരാളമായി അടങ്ങിയ പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം എന്നിവയും പലപ്പോഴും മൈഗ്രെയിൻ ടെൻഡൻസിയുള്ള ആളുകളിൽ ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരക്കാരിൽ മഗ്നീഷ്യത്തിൻ്റെയും നിയാസിൻ അഥവാ ബി കോംപ്ലക്സിൻ്റെ കുറവും പലപ്പോഴും ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ അധികരിക്കുന്നതിന് ഇടയാക്കാറുണ്ട്. അതുപോലെ സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ സമയത്തും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തും അതേപോലെ ആർത്തവ വിരാമ സമയത്തും ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ അധികമായി കാണുന്നു. ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഇതിന് കാരണമായി തീരുന്നത്. ലോ ഷുഗർ ഉള്ള ആളുകളിലും ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ അധികമായി കണ്ടുവരുന്നു. പലപ്പോഴും മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് മുൻപായി ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞുവല്ലോ, അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം. അമിതമായ വിയർപ്പ്, മൂഡ് ചേഞ്ചസ്, അമിതമായ ദേഷ്യം, ലൈറ്റിനോടും സൗണ്ടിനോടും ഉള്ള ഇറിറ്റേഷൻ എന്നിവയെല്ലാം ഇതിൻ്റെ മുന്നോടിയായി ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അതിനുശേഷമാണ് അതികഠിനമായ തലവേദനയോടൊപ്പം ഓക്കാനം, ഛർദി, കാഴ്ചയ്ക്ക് മങ്ങൽ, വെളിച്ചത്തിനോടും ശബ്ദത്തോടുമുള്ള അകൽച്ച അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ഇനി ഇതിനുള്ള പരിഹാരം എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ രോഗത്തിന് അലോപ്പതിയെ അപേക്ഷിച്ച് ആയുർവേദ ചികിത്സയാണ് ഉത്തമം. കാരണം അലോപ്പതിയിൽ ശക്തമായ വേദനാസംഹാരികൾ നൽകി താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും ഇത് ഒരു ശാശ്വത പരിഹാരമാകണമെന്നില്ല. എന്നാൽ ചില വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചികിത്സകളും ചിട്ടയായ ജീവിത രീതിയും വഴി ഇത്തരം രോഗങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാൻ സാധിക്കുമെന്ന് പല അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. അത് എന്തെല്ലാമാണെന്ന് നോക്കാം. ചെറുനാരങ്ങയുടെ തൊലി ഇതിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ്. ചെറുനാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ച് പേസ്റ്റാക്കി തലവേദനയുള്ള ഭാഗത്ത് തേക്കുന്നത് വളരെ വേഗത്തിൽ തലവേദന ശമിപ്പിക്കുവാൻ ഇടയാക്കും. ഉണക്കിപ്പൊടിക്കുവാൻ സാധിക്കാത്തവർക്ക് പച്ചയായ നാരങ്ങാത്തൊലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ശുദ്ധമായ കറുവാപ്പട്ട ചൂടാക്കി പൊടിച്ച് ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ച് വേദനയുള്ള ഭാഗത്ത് തേക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് പല അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ മൈലാഞ്ചിയുടെ പൂവ് വിനാഗിരിയിൽ കുതിർത്ത് പേസ്റ്റാക്കി വേദനയുള്ള ഭാഗത്ത് തേച്ചാൽ വളരെ പെട്ടെന്ന് വ്യത്യാസം അറിയുവാൻ സാധിക്കും. അതുപോലെ ഇത്തരക്കാർ ഭക്ഷണ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഇത്തരക്കാർക്ക് മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണമായി തീരാം. അതുപോലെ മഗ്നീഷ്യത്തിൻ്റെയും നിയാസിൻ്റെയും കുറവ് മൈഗ്രെയിന് കാരണമാകുമെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ മഗ്നീഷ്യവും നിയാസിനും ധാരാളം അടങ്ങിയ ഭക്ഷണവർഗ്ഗങ്ങളായ ഇലവർഗ്ഗങ്ങളും പംകിൻ സീഡ്, തൈര്, ബദാം, ചാഡ്, ബ്ലാക്ക് ബീൻസ് എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, വെള്ളരി എന്നിവയുടെ ജ്യൂസ് കുടിക്കുന്നത് മഗ്നീഷ്യത്തിൻ്റെ കുറവ് നികത്തുവാനും അതുവഴി മൈഗ്രെയിൻ്റെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കും. മുന്തിരി വെള്ളം ചേർക്കാതെ ജ്യൂസാക്കി ഉപയോഗിക്കുന്നതും വളരെ ഉത്തമമാണ്. അതികഠിനമായ വേദനയുള്ളവർക്ക് ഐസ് പാക്ക് അല്ലെങ്കിൽ ഹോട്ട് കംപ്രഷൻ എന്നിവയും താൽക്കാലിക ശമനത്തിന് ഉപകരിക്കും.
ഇതിനെല്ലാം പുറമെ അമിതമായ മദ്യപാനവും ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെ നിയന്ത്രിച്ച് മൈഗ്രെയിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.